ഹലോ, ഗുഡ് മോർണിംഗ്. എൻ്റെ ഒരു ദിവസം ആരംഭിക്കുന്നത് ചായയിൽ നിന്നാണ് കേട്ടോ. രാവിലെ ചായ ഉണ്ടാക്കി കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു സുഖമാണ്. അങ്ങനെ പതിവ് പോലെ തന്നെ ചായ ഉണ്ടാക്കിയ ശേഷം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും മുട്ടക്കറിയാണ്. അതിന് വേണ്ടിയിട്ട് മുട്ട തിളപ്പിച്ചു. പിന്നീട് ദോശയെല്ലാം ഉണ്ടാക്കി വെച്ചു. ദോശ ഉണ്ടാക്കി കുറച്ച് മാവ് അധികം ഉണ്ടായിരുന്നു. അപ്പോൾ ദേവച്ചുവിന് അമ്പിളിമാമൻ്റെ ദോശ വേണമെന്ന്. അമ്പിളിമാമൻ്റെ ദോശ എങ്ങനെയാണോന്ന് അറിയില്ല. ഞാൻ എന്തായാലും പറഞ്ഞൊപ്പിച്ചു. അമ്പിളിമാമൻ വട്ടത്തിലാണ്, റൗണ്ട് ഷേപ്പാണ്, അതുകൊണ്ട് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞൊപ്പിച്ചു. ദേവച്ചുവിന് വീണ്ടും പനി അടിച്ചു നിന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഒരാഴ്ച മുന്നേ പനി വന്നു, ആൻറ്റിബയോട്ടിക് കൊടുത്തതേ ഉള്ളൂ. പക്ഷേ എന്നിരുന്നാൽ പോലും രാവിലെ ആയപ്പോഴത്തേക്ക് നല്ല ചൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ടെമ്പറേച്ചർ, തലവേദന, ശരീരം വേദന, അങ്ങനെ എല്ലാം ഉണ്ട്. അങ്ങനെ ഞങ്ങൾ രാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ഞങ്ങൾ കുണ്ട്രയുള്ളൊരു ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. അങ്ങനെ പോകുന്ന വഴിക്ക് മഴവില്ല് കണ്ടു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ് ഇങ്ങനെ മഴവില്ല്. അപ്പോൾ ഒരു കൗതുകം. അങ്ങനെ വണ്ടി സൈഡിൽ നിർത്തിയിട്ട് അതിൻ്റെ വീഡിയോ എടുത്തു കേട്ടോ. ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അത് മറയുന്നിടം വരെ കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാം കേട്ടോ ഇങ്ങനെ ലൈവായിട്ട് മഴവില്ല് കാണുന്നത്. അങ്ങനെ ഞങ്ങൾ അതിനുശേഷം ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ കയറി. ഫ്രണ്ടിൻ്റെ വീട്ടിൽ കയറിയപ്പോഴത്തേക്ക് അവിടെ മൈക്കും അതിൻ്റെ ബാക്കിയുള്ള സെറ്റും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അയാൾക്കൊന്ന് പാട്ട് പാടണം. ഇങ്ങോട്ട് ഇറങ്ങിയില്ല, മുഖത്ത് ലൈറ്റ് അടിക്കുന്നില്ല. ചേട്ടാ മുഖത്ത് ഇങ്ങനെയുള്ള ചെളുകൾ വരരുത്. ആണോ ഒന്ന് സൗണ്ട് വേണം. ഈ പ്രീമിയം വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഈ പ്രീമിയം വീടിനെ കുറിച്ചുള്ള വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ആക്ഷൻ പറഞ്ഞു. കൊല്ലം കരിക്കോട് മെയിൻ റോഡിൽ നിന്നും 200 കിലോമീറ്റർ ഉള്ളിൽ വാസ്തുവിധി പ്രകാരം നിർമ്മിച്ചിരിക്കുന്ന ഈ വീട് ഒന്നുകൂടെ പറഞ്ഞേ. അവിടുന്ന് പോയാൽ മതി. റെഡി. ഇപ്പം കണ്ടത് ഒരു ഹൗസിൻ്റെ ആങ്കറിങ് വീഡിയോ ആയിരുന്നേ. അപ്പോൾ അതിനുശേഷം ഞാൻ വിചാരിച്ചു അവിടെ വെച്ചൊരു റീലെടുക്കാമെന്ന്. അങ്ങനെ റീലെടുത്തതിൻ്റെയാണിത്. പുറകിൽ നിന്നുകൊണ്ട് ദേവിച്ചുനങ്ങ് ദേഷ്യം വരുന്നുണ്ടേ. പിന്നീട് അതിനുശേഷം കൊല്ലംകാർക്കെല്ലാം സുപരിചിതമായിട്ടുള്ള ഒരു സ്ഥലമാണിത്. അവിടെ പോയി കുറച്ചു നേരം ഒന്ന് ഇരുന്നു. അപ്പം മുമ്പ് കണ്ടത് ബിഹൈൻഡ് ദ സീൻസ് ആയിരുന്നു കേട്ടോ. ഒരു ഹോം പ്രോജക്റ്റിൻ്റെ ആഡായിരുന്നു അത്. അപ്പോൾ അത് ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീഡിയോ എടുക്കുന്നതിന് മുന്നേ ഞാൻ എത്ര ടേക്ക് എടുക്കുമെന്നുള്ളതിൻ്റെ ആയിരുന്നു ഞാൻ ആ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തന്നത്. ഇനി ഇതെന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ഡേ അല്ലേ, അപ്പോൾ ആരെയും നമുക്ക് മിസ്സ് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടിട്ട ഫോട്ടോസാണ് കേട്ടോ. ഇതെല്ലാം ഫോട്ടോസ് എല്ലാം കൂടി ഒരുമിച്ച് തട്ടിപ്പറക്കി ഇട്ടതാണ്. നമ്മൾ വരുന്നതും ഒറ്റയ്ക്ക്, തിരിച്ചു പോകുന്നതും ഒറ്റയ്ക്ക്. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് കിട്ടുന്ന കുറച്ച് സൗഹൃദങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുറച്ച് സൗഹൃദങ്ങൾ, നമുക്ക് എന്ത് വിഷമമുണ്ടായാലും അല്ലെങ്കിൽ എന്ത് സന്തോഷമുണ്ടായാലും നമുക്ക് വിളിച്ചു പറയാൻ പറ്റുന്ന കുറച്ച് പേര്, അവരൊക്കെയാണ് കേട്ടോ ഈ ഫോട്ടോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയും ഉണ്ട്. അന്നേരം എൻ്റെ കയ്യിലുള്ള ഫോട്ടോ വെച്ചിട്ടാണ് ഞാൻ ഇതെല്ലാം പറക്കിക്കൂട്ടി ഇട്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും, എൻ്റെ FBയിലുള്ള ഫോളോവേഴ്സിനായാലും എല്ലാവർക്കും, എല്ലാ ഫ്രണ്ട്സിനും ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ. താങ്ക് യു.